ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് നേരുകയാണ്. ഇന്ന ദിവസം നീ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ ശക്തമായ കരം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ എപ്പോഴും നമ്മളോട് കൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ മനുഷ്യാവതാരം പോലും നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ്. അവിടുന്ന് ദിവ്യകാരുണ്യമായിട്ട് മാറിയത് എന്നും നമ്മുടെ ഒപ്പമായിരിക്കുവാൻ വേണ്ടിയാണ്. ആ ഈശോ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുവചനം. അത് ഇപ്രകാരമാണ്: ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാനിപ്പോൾ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കും, നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും. സ്ഥലമൊരുക്കിയിട്ട് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും വരാൻ വേണ്ടി ഞാൻ പിന്നെ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഈശോയുടെ കൂടെ നമ്മളെ വസിക്കാൻ വേണ്ടി ഈശോ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു തരുമെന്ന്, നമ്മളെ സ്നേഹിച്ച് കൊണ്ടുപോയി ഈശോയുടെ കൂടെയാക്കുന്നുള്ളൊരു ഉറപ്പ്. ഇതിപ്പോൾ എന്തുറപ്പാ പ്രിയ സഹോദര സഹോദരി? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ട അത്രമാത്രം ഈ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി കരുതുന്നു. അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ സജീവ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിന്റെ കരുതലുള്ള സ്നേഹം എപ്പോഴും അനുഭവിക്കുവാനായിട്ട് ഈ വ്യക്തി അനുഗ്രഹിക്കണം. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ പ്രവർത്തനങ്ങളിലും ഈശോ നിന്നെ നിറസാന്നിധ്യം നൽകിക്കൊണ്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.